ആണ്ടുകൂട്ടത്തിലെ വിശുദ്ധവാരത്തിലേക്ക് നാം ഒക്കെ കാലിവെച്ചിരിക്കുകയാണ്. ഈ വിശുദ്ധവാരത്തിൻ്റെ എല്ലാ സ്നേഹാശംസകളും നന്മകളും ഒരു കടപ്പ പ്രസാദം പോലെ നിങ്ങൾക്ക് ഏവർക്കും നേരുകയാണ്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ജോലിയോ കുടുംബമോ ഉത്തരവാദിത്തങ്ങളോ സാമ്പത്തിക ആവശ്യങ്ങളോ ഈ ഒരാഴ്ച അപ്രകാരമാവാതെ ആത്മീയമായ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അവസാനം കഴിഞ്ഞ് ഈസ്റ്റർ കഴിഞ്ഞ് പ്രാർത്ഥന ചെയ്യാം. ഈ ഒരാഴ്ചക്കാലം നാം പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരു പടി കൂടെ ഉണർവിന് ഈ ഒരാഴ്ച കാലം ഒരു കാരണമാക്കണമേ എന്നൊരു പ്രാർത്ഥനയാണ്. ഓശാനയെ കുറിച്ച് ഓർക്കുമ്പോൾ കുഞ്ഞുനാളിലെ ഓർമ്മയെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അച്ഛന്മാരും അച്ഛന്മാരും ഓല തരുമ്പോൾ ഇവിടെ നോക്കി നിൽക്കും. ഏത് ഓലയാണ് ആരുടെ വൃത്തിയുള്ള ഓലയോടെ പൊടിയൊന്നുമില്ലാതെ അതെല്ലാം വാങ്ങിച്ചിട്ട് ഇരിക്കുമ്പോൾ എങ്ങനെ പൊക്കി വയ്ക്കുമല്ലോ. ഏറ്റവും പൊക്കത്തിൽ ആരുടെയാണ് പോവുക? പ്രസംഗിക്കുന്ന നമ്മുടെ എന്താണ് ഏറ്റവും പൊക്കം എൻ്റെ ആവണം. ജനങ്ങളിൽ കുരിശൊക്കെ വെച്ചിട്ട് അവൻ്റെ കൊളുത്തി ഉടക്കി ഉടക്കി ഒരു നല്ല ബാല്യകാല ഓർമ്മകൾ നമുക്ക് പലപ്പോഴും പ്രായമുണ്ടാകും. ഇന്ന് വന്ന് ഇതൊക്കെ ഒരു ആചാരമായിട്ട് മാറുന്നില്ലേ എന്നൊരു ചോദ്യം നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ ഇസ്രായേലിൽ പോകുമ്പോൾ അറിയാം, ജെറുസലേം ദേവാലയത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പുതുവഴിയാണ്. വലിയ മലയിൽ നിന്ന് നമ്മുടെ ഇങ്ങനെ ജെറുസലേമിലേക്ക് 2.5 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ജനക്കൂട്ടം കരുതിയത് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ വഴി അവസാനിക്കുന്നിടത്ത് ഇടത്തേക്ക് പോയാൽ രാജാവിന്റെ അരമനയാണ്, പട്ടാളക്കാരോട് ബാധിക്കപ്പെട്ട രാജാവുണ്ട്. വലത്തേക്ക് പോയാൽ ജെറുസലേം ദേവാലയം. ഇസ്രായേൽ മക്കൾ കരുതിയിരുന്ന ഒരു പക്ഷേ അന്ന് നമുക്കറിയാം പെസഹ തിരുനാൾ ഇവിടെ ഏറ്റവും വലിയ ആഘോഷം. എല്ലാവരും എവിടെയായാലും ലോകത്തിന്റെ ഏത് കോണിലായാലും പെസഹ തിരുനാളിന് ഈ ജെറുസലേമിലെ പതിവുണ്ട്. തിക്കിനിറങ്ങിയാണ് പോവുക. അതുകൊണ്ടാണ് വളരെ പതുക്കെ ഈ യാത്ര ഉണ്ടാകുക. കഴുതപ്പുറത്ത് പോകുമ്പോൾ ഏറ്റവും പതുക്കെ ആവാം ഒരു പക്ഷേ ഈ യാത്ര മുമ്പോട്ട് കൊണ്ടുപോയി. ഇവരുടെ എല്ലാവരുടെയും പ്രതീക്ഷ എന്താണ്? രാജാവിനെയും പൈലപ്പസിനെയൊക്കെ തോൽപ്പിച്ചിട്ട് ഇവൻ വീണ്ടും ദാവീദിന് പകരമായി രാജാവായിട്ട്. അതുകൊണ്ടാണ് അവരെ രക്ഷിക്കണമേ. ഓശാനയുടെ വാക്കിന്റെ അർത്ഥം കർത്താവേ ഞങ്ങൾ രക്ഷിക്കണമേ തന്നെയുമല്ല. മിക്കവാറും ഈശോയുടെ സുഹൃത്തോടൊക്കെ ഉണ്ടാവുക ഇവരെ സൂക്ഷിക്കേണ്ടവർ രാജാക്കന്മാർക്ക് വേണ്ടി അപ്രകാരം സാഹചര്യത്തിലാണ് ഈശോ ഈ ജെറുസലേമിലേക്ക് പോവുക, ഈ ഓശാന രീതിയിലൂടെ പോവുക. എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ ഇവൻ നേരെ കൊണ്ട് ചെല്ലും. അഭ്യാസിയാണ്, അത്ഭുതം കാണിക്കുന്നവനാണ്, ഒത്തിരി കൃപയുള്ളവനാണ്. നേരെ ഇടത്തോട്ട് കയറും, കൊട്ടാരത്തിൽ കയറും, അവരെ തോൽപ്പിക്കും, സൈഡിലേക്ക് തോൽപ്പിക്കും, രാജാവായിട്ട് വാഴുമെന്നാണ് ഒരു പക്ഷേ ഈ വഴി അവസാനിക്കുന്നതുവരെ ഇസ്രായേൽ മക്കൾ കരുതിയിട്ടുണ്ടാവും. ഈശോ ഇത് ഓശാന മാത്രമല്ല വായിച്ചു കേട്ടു. ഓശാനയുടെ ആരവങ്ങൾക്കപ്പുറത്തേക്ക് അവൻ അവന്റെ നിയോഗം മറക്കാതെ ഇടത്തേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി അല്ല പോയത്, വലത്തേക്ക് ദൈവാലയത്തിലേക്ക്. ദൈവാശുദ്ധീകരണവും നടക്കപ്പെടുന്നുണ്ട് അവിടെ. ശുദ്ധീകരണവും ഉണ്ട്, രോഗശാന്തിയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ആലയത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശ്വര സാന്നിധ്യം ഉണ്ടാകേണ്ട പ്രാർത്ഥന. രക്ഷിക്കുവാൻ കർത്താവ് മാത്രമേ ഉള്ളൂ എന്ന ബോധ്യം ഉണ്ടാവണം. ഇവരിടത്തേക്ക് പോകുന്നതുകൊണ്ടാവാം വെള്ളിയാഴ്ചയായപ്പോ ഇതേ ജനങ്ങൾ തന്നെ അവനെ ഘോഷിക്കുവാൻ വേണ്ടി ആഘോഷിച്ചത്. അവരുടെ ധാരണ ലംഘിച്ചുകൊണ്ട് പോയപ്പോൾ അവരെ ഓശാന പാടിയവരൊക്കെ ഈശോയെ ഘോഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന്റെ അനുസ്മരണത്തിലാണ് ആവുന്നത്. ഈ കുരുത്തോലയാണെങ്കിൽ ഐശ്വര്യമാവേണ്ടത്. അടുത്തൊരു വർഷക്കാലം സംരക്ഷണ വലയമായി എൻ്റെ കുടുംബത്തിൽ, ചുറ്റുവട്ടങ്ങളിൽ, വാഹനത്തിൽ എല്ലായിടത്തും അനുഗ്രഹമാവുകയും ഒപ്പം അടുത്ത പ്രസംഗമായി നമ്മുടെ കുടുംബത്തിൽ അനിഷ്ടങ്ങളൊന്നും ഉണ്ടാവാതെ പാല് കാച്ചണമെങ്കിൽ ഈ ഗുരുത്തോരുടെ ആവശ്യം ഉണ്ടാവുന്നു. ഓർമ്മപ്പെടുത്തലാണ് ഈശോയെ അടുത്ത പ്രസംഗാവരെയും കുടുംബത്തിൽ അനിഷ്ടങ്ങളൊന്നും സംഭവിപ്പിക്കാൻ എൻ്റെ പ്രസംഗയുടെ ഭാഗമാകുവാൻ എന്നെയും യോഗ്യരാക്കണമേ എന്ന് പ്രിയപ്പെട്ട വികാരിയുടെ പേരിൽ നിങ്ങൾക്ക് ഏവർക്കും ഈ തിരുനാളിന്റെ എല്ലാ സ്നേഹാശംസകളും നേരുകയും. എനിക്ക് 10 സമയം തരണം. ഇന്നലെ ഞാൻ പറയാൻ മാറ്റി വെച്ച ഒരു കാര്യം പറയുകയും ഒരു ചോദ്യമാണ്. നിങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ ജീവിതാനുഭവത്തിൽ ഈ വിശുദ്ധ വാരം നാം എന്താണ് വിസ്മരിക്കുന്നത്? വിശുദ്ധ വാരം ഈശോയുടെ പീഡാനുഭവം, ഈശോയുടെ മരണം, ഈശോയുടെ വഴി, ഈശോയുടെ ഉത്ഥാനം, ശരിയാണോ? നിങ്ങളുടെ ഇത്രയും പ്രായത്തിലുള്ള അനുഭവം അനുസരിച്ച് ഈ ഒരാഴ്ച നമ്മളെല്ലാം മാറ്റി, പള്ളി പോലെ എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഈശോ മിശിഹായുടെ പീഡാസഹനവും ഈശോ മിശിഹായുടെ മരണവും ഒക്കെയാണ് വിസ്മരിച്ചത്. ശരിയാണോ? അല്ലെങ്കിൽ മാറ്റി പറയാനുള്ളത് എല്ലാത്തിനും ഇന്നുവരെ ചേർന്ന് പറയാനുള്ളത് നമ്മുടെ അനുഭവത്തിൽ, നമ്മുടെ പാരമ്പര്യത്തിൽ, നമ്മുടെ അറിവിൽ ഇന്നുവരെയും പ്രാർത്ഥിച്ചതൊക്കെ
ഈ വിശുദ്ധവാരം ഈശോയുടെ ഓശാന, ഈശോയുടെ വിലാസം. അവൻ അപ്പം പിടിച്ചു കൊടുക്കുന്നു, ഏറ്റവും താഴ്ന്ന എളിമയോടുകൂടെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു, അവൻ കുരിശ് മരിക്കപ്പെടുന്നു, വീഴുന്ന കുരിശുമായിട്ട്. അതല്ലാത്ത ഏതെങ്കിലും ചിന്ത നമുക്ക് ഉണ്ടായിട്ടുണ്ടോ ഇന്നുവരെ? നമ്മുടെ സാധാരണ ബുദ്ധിയിൽ അതല്ലാതെ ഈശോയുടെ ബന്ധം, ഈശോയുടെ അല്ലാതെ ഈശോയുടെ പീഡാസകലവും ഈശോയുടെ മരണവും അല്ലാത്ത എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അറിവിൽ, നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടായിട്ടുണ്ട്? ഒന്ന് പറയാം, സമയം കളയുന്നില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ 2024 മുതലുള്ള വിശുദ്ധവാരം അല്പം ഒന്ന് മാറ്റി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഈശോമിശിഹായുടെ ഓശാനയും ഈശോമിശിഹായുടെ പീഡാസകലവും അവന്റെ കുരിശിന്റെ വഴി അവനെ തള്ളിപ്പറഞ്ഞവരും അവനെ ഒറ്റിക്കൊടുത്തവരും അവന് വേണ്ടി കുരിശ് കൊടുത്തവരും ഒക്കെ ആക്കി മാറ്റാതെ നമ്മുടെ മനുഷ്യ ആയുസ് കൊണ്ട് നമുക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യ ആയുസിൽ നമ്മൾ ഇവിടുന്ന് മരിച്ചടക്കി പോകുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും നാം ഓരോരുത്തരും അനുഭവിക്കുവാൻ സാധ്യതയുള്ള കർമ്മങ്ങളാണ് ഈ ഒരാഴ്ച നമ്മൾ സഭയിൽ കൊണ്ടാടുക. ഈശോയ്ക്ക് വേണ്ടി മാത്രമല്ല. ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ ഓർത്ത് വ്യസനപ്പെടേണ്ട, എന്നെ നോക്കിക്കൂടെ, ഈ മാലാഖമാരൊക്കെയുണ്ട്. നിങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുക. അരമനയിൽ കുരിശിന്റെ വഴി ആരംഭിക്കുന്ന അന്നേരം മുതൽ കാൽകുത്താവരുടെ സമയത്തിൽ ഒരേ ഒരു ഭാഷ ഈശോ പറയുന്നുള്ളൂ. ഈശോ വാങ്ങുന്നത് അവിടെയാണ്. ഇത് ആരംഭിച്ചു കഴിയുമ്പോൾ എവിടെയാണ്? നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട. നിങ്ങൾ ആരും അവന്റെ കുരിശിന്റെ വഴി ഓർത്ത് കരയണ്ട, സങ്കടത്തെ ഓർത്ത് കരയണ്ട. നമ്മുടെ ജീവിതത്തിൽ നാം ഒക്കെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യായുസ് കൊണ്ട് നമുക്ക് സംഭവിക്കുവാൻ സാധ്യതയുള്ള ചില കർമ്മങ്ങളാണ് ഈ ഓശാന മുതൽ ദുഃഖവെള്ളി വരെയുള്ള കർമ്മങ്ങൾ. ഒന്ന് ഓശാന. ഇന്ന് ഈശോയ്ക്ക് വേണ്ടി ഓശാന പാടിയവരൊക്കെ വെള്ളിയാഴ്ചയാകുമ്പോൾ അതിന് ഉച്ചത്തിൽ പറയും അങ്ങനെ ഘോഷിക്കുവാനായി. സ്തുതി പാടകരും ഓശാന പാടകരും ഒക്കെ നമുക്ക് വേണ്ടി കുരിശ് പണിയുവാൻ കാത്തിരിക്കുന്നവരാണെന്നൊരു ഓർമ്മയുണ്ടാവും. നമുക്ക് വേണ്ടി ഓശാന പാടുക. ചേട്ടാ കൊള്ളാം, ചേച്ചി നല്ല പാട്ടാണ് കേട്ടോ, നല്ല ഡാൻസാണ് കേട്ടോ, നല്ല വീടാ, ഇതൊക്കെ പറയുമ്പോഴും ഓർത്തോണം, പലപ്പോഴും ഇതൊന്നും ആത്മാർത്ഥത ഉണ്ടാവണമെന്നില്ല, ഉള്ളവരും ഉണ്ടാവാം കേട്ടോ. കൂടുതലും എല്ലാ സ്തുതി പാഠകരും ഓശാനകളും ഒക്കെ അല്പായുസ് മാത്രമേ ഉള്ളൂ. കാര്യലാഭത്തിന് വേണ്ടി, നേട്ടത്തിന് വേണ്ടി ആവാം. ഒരു പക്ഷേ, എല്ലാവരും ആണെന്ന് പറയുന്നില്ല, ഒരു പക്ഷേ ഈ സ്തുതി പാഠകരുടെയൊക്കെ ലക്ഷ്യം മറ്റു പലതുമായിരിക്കാം. നമ്മുടെ ജീവിതത്തിലുമുണ്ട് എൻ്റെ കൂടെ നിന്നവര്, കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചവര്, എന്നെ സപ്പോർട്ട് ചെയ്തവരൊക്കെ ചിലയിടങ്ങളിൽ എന്നെ ഓടിപ്പോവും. നമ്മുടെ ജീവിതത്തിലും ഒത്തിരി സ്തുതി പാഠകരുണ്ട്. എല്ലാ ഓശാനകളും അല്പായുസ് മാത്രമേ ഉള്ളൂ. സഭ ഓർമ്മിക്കുക, ഏറിയ ഒരാണ്ടുവട്ടത്തിന്റെ ആയുസ് മാത്രമേ ഉള്ളൂ ഓശാന. കാരണം ഇന്ന് നമ്മൾ വ്യഞ്ചരിക്കുന്ന ഈ ഓശാനയാണ് അടുത്ത വിഭൂതിയിൽ ചാരമായിട്ട് പോവുക. കഴിഞ്ഞ ഓശാന കൊണ്ടുപോയ ഗുരുത്തോലയാണ് ഈ വിഭൂതിയിൽ ചാരമായിട്ട് മാറുക. അപ്പൊ എൻ്റെ ജീവിതത്തിലെ ഓശാനകൾക്കും സ്തുതിപാഠകൾക്കും ഒക്കെ ഏറിയ ഒരു ആണ്ടുവട്ടത്തിന്റെ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് സഭ പഠിപ്പിക്കുക. സ്തുതിപാഠകരെ അടുത്ത് വരുമ്പോൾ അല്പം ശ്രദ്ധയോടെ ആകണമെന്ന് ഈ വലിയ ആഴ്ച പഠിപ്പിക്കുക എന്ന് തന്നെ. രണ്ടാമത് അവൻ മുറിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ നാം സ്വയം മുറിച്ചു കൊടുത്ത ഒത്തിരി ബന്ധങ്ങൾ ഉണ്ടാവാം. കുടുംബത്തിലാവാം, സഹോദരങ്ങൾക്കാവാം, വ്യക്തിബന്ധങ്ങൾക്കാവാം. നമ്മൾ ആർക്ക് വേണ്ടി മുറിച്ചു കൊടുത്തുവോ അവരാണ് നമ്മളെ പലപ്പോഴും സങ്കടപ്പെടുത്തുക. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവര്, എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയത്, അവരാണ് എനിക്ക് വേണ്ടി ആ തള്ളിപ്പറയാൻ പരിശ്രമിക്കുന്നത്, എന്നെ ഒറ്റിക്കൊടുക്കുവാൻ പരിശ്രമിക്കുക. ഈശോയുടെ ശിഷ്യന്മാരൊക്കെ എന്താ പറഞ്ഞത്? ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും, നീ എവിടെല്ലാം പോയാലും, മരിക്കാൻ പോയാലും ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അവന്റെ ജീവിതത്തിന്റെ കഥനകഥയിലെ കുരിശിന്റെ വഴിയിൽ ഇവർ ആരെയും കാണുന്നില്ല. അത്ഭുതം കിട്ടിയവരുണ്ട്, ലക്ഷ്യങ്ങൾ സാധിച്ചവരുണ്ട്, രോഗം മാറിയവരൊക്കെയുണ്ട്. ഇവരാരും ഈശോയുടെ കുരിശിന്റെ വഴിയിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. കൂടെ ഉണ്ടാവുമെന്ന് പ്രവചിച്ച എല്ലാവരും അവരുടേതായ കാര്യം വേണ്ടി പോവുകയാണ്. ഏറ്റവും കൂടുതൽ ഒറ്റിക്കൊടുക്കുന്നുണ്ടല്ലേ? സ്നേഹത്തിന്റെ അടയാളമായ ചുംബനത്തെ കാപട്യത്തിന്റെ അടയാളമാക്കി മാറ്റിക്കൊണ്ടാണ് ഇവർ ഒറ്റിക്കൊടുക്കുക. എൻ്റെ കൂടെ ഞാൻ സ്നേഹിച്ചവരായിരിക്കും ഒരുപക്ഷെ എന്നെ ഒറ്റിക്കൊടുക്കുക. എൻ്റെ നൊമ്പരങ്ങൾ അറിയുന്ന ഓം മാത്രമാണ്. ഞാൻ ഏറെ സ്നേഹിച്ചവർ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവർ എന്നെയും സ്നേഹത്തിന്റെ ചില അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് ഒറ്റിക്കൊടുക്കുവാൻ സാധ്യതയുണ്ട്. ആരാണ് ഇപ്പൊ തള്ളി പറയുന്നത്? എൻ്റെ കൂടെ ഉണ്ടാവേണ്ടത്. നമുക്ക് കൊണ്ട് അനുഭവങ്ങളൊക്കെ എൻ്റെ നൊമ്പരങ്ങളിൽ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയൊരു പലരുമാണ് എന്നെ ഏറ്റവും കൂടുതൽ ചതിച്ചതും എൻ്റെ കണ്ണുനീരിന് കാരണമായി മാറി. അപ്പൊ ജീവിതാനുഭവങ്ങളിൽ ആരെ കുരിശ് പണിയുന്നേ? ഇന്ന് ഓശാന പാടിയവര് നമുക്ക് വേണ്ടി വീണ്ടും കുരിശ് പണിയാൻ വേണ്ടി ആക്രോശിക്കും. അതിനുച്ചത്തിലാണ്. എന്റെ കൂടെ ആയിരുന്നവര്, എന്റെ കൂടെ ഉണ്ടാവുമെന്ന് കരുതിയവരൊക്കെ തന്നെയാണ് എനിക്ക് പലപ്പോഴും സങ്കടകരമായ ജീവിതാനുഭവങ്ങൾ സമ്മാനിക്കും.
ഈ വിശുദ്ധവാരം എന്ന് പറയുന്നത് ഈശോയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കാതെ എൻ്റെ ജീവിതത്തിൽ അപ്രകാരമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, അപ്രകാരമായ ജീവിത ഇടങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ എങ്ങനെയാണ് അതിനെ പരുവപ്പെടുത്തേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ സഹിച്ചതുപോലെ ചിലയിടങ്ങളിൽ മൗനമായി ആയിരുന്നുകൊണ്ട് എൻ്റെ ജീവിത ഇടങ്ങളിൽ ഇതെല്ലാം പ്രതീക്ഷിക്കുവാൻ ഒരുങ്ങിയെന്നുകൊണ്ട് പോകുമ്പോൾ നമുക്ക് സങ്കടങ്ങളുടെ കണ്ണുനീര് കുറവായിട്ട് വരും. ഒറ്റിക്കൊടുക്കുന്നവൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്, തള്ളിപ്പറയുന്ന നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇതെല്ലാം നമ്മൾ അനുഭവിച്ചു പോകേണ്ട അല്ലെ അനുഭവിച്ച ജീവിതാനുഭവങ്ങൾ മാത്രമാണ്. വിശുദ്ധവാരത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ അത് ഈശോയ്ക്ക് വേണ്ടി മാത്രം, ഞാൻ വേണ്ട എന്നല്ല പറയുക, ഈശോയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കാതെ എൻ്റെ സാധാരണ ജീവിതത്തിൽ എനിക്കും സംഭവിക്കുവാൻ സാധ്യതയുള്ള രംഗങ്ങളാണെന്നുള്ള ഒരു ഓർമ്മയിലാവണം നാം ഒക്കെ ധ്യാനിക്കേണ്ടത്. കുരിശിന് വേണ്ടി ധ്യാനിക്കുന്നുണ്ട് ഈശോ മിശിഹായുടെ 3 വീഴ്ച. 1-ാം പ്രാവശ്യവും വീഴുന്നുണ്ട്, 2-ാം പ്രാവശ്യവും വീഴുന്നുണ്ട്, 3-ാം പ്രാവശ്യവും വീഴുന്നുണ്ട്. 2-ാം പ്രാവശ്യവും 3-ാം പ്രാവശ്യവും വീഴുവാനുള്ള കാരണമെന്ന് പറയുക, ആ 1-ാം പ്രാവശ്യം വീണപ്പോൾ അവിടെ നിന്ന് പിടഞ്ഞ് എഴുന്നേറ്റത് കൊണ്ടാണ്. 2-ാം പ്രാവശ്യം എഴുന്നേറ്റത് കൊണ്ടാണ്. ഞാൻ വീണ് പോകുമ്പോൾ കുടുംബജീവിതത്തിന്റെ ഭാരങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടാവാം. ഞാൻ പിടഞ്ഞു വീഴുമ്പോൾ, ജീവിത കുരിശുകൾ ഭാരമാകുമ്പോൾ അവിടെ പിടഞ്ഞു വീഴാതെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന ധൈര്യം ഉണ്ടാകണമെന്നാണ് കുരിശിനെ നമ്മളെ ഓർമ്മിപ്പിക്കുക. ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരുപാട് വേദന ഉണ്ടാകുമ്പോഴും നമുക്ക് വേണ്ടി ഇന്ന് ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. കുരിശുകൾ സമ്മാനിക്കുവാനായിട്ട്, വേദനിപ്പിക്കുവാനായിട്ട് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ കഥയുടെ ജീവിത ഇടങ്ങളിലൊക്കെ നൊമ്പരങ്ങൾ മാത്രമൊന്നുമല്ല, നമുക്ക് വേണ്ടി ഒരുപാട് സ്നേഹത്തുരുത്തുകളും ഉണ്ടാവുന്നുണ്ട്. ശിമിയോൻ കടന്നു വരുന്നുണ്ട് അവിടെ കേട്ടോ. കുരിശിന് ഭാരമേറി വീഴുമ്പോൾ നിന്റെ കൂടെ ഉണ്ടാവും ഞാൻ ശിമിയോന്മാര്. എടാ ചേട്ടാ പോട്ടെ, സാരമില്ലെന്നേ, ക്ഷമിക്കുന്നേ, ഇന്ന് കണ്ണടയ്ക്കുന്നേ. ആശ്വാസ വചനങ്ങളുമായിട്ട് നമ്മുടെ കൂടെയും നമ്മുടെ കുരിശിന്റെ ഭാരം താങ്ങുവാൻ ആരെയെങ്കിലും നമുക്ക് ദൈവം അയക്കുന്നുണ്ട്. ഏതെങ്കിലും ശിമിയോന്മാർ നമുക്ക് ഇന്ന് വരെ അനുഭവം ഉണ്ടായി കാണും. വെറോനിക്കമാരുണ്ട് എൻ്റെ കണ്ണുനീര് പോവാനായിട്ട്. ഞാൻ കൂടെ ഉണ്ടെന്ന് പറയുന്ന ചില വെറോനിക്കമാരും നമ്മുടെ കൂടെ ഉണ്ടാകും. ജീവിതയിടങ്ങളിൽ സങ്കടങ്ങളുടെ കൂമ്പാരം ഉണ്ടാകുമ്പോൾ ആ സങ്കട കൂമ്പാരത്തിൽ ഇങ്ങനെ കണ്ണ് മൂടുപടലമാക്കി വെക്കാതെ നമ്മുടെ ജീവിതയിടങ്ങളിൽ എനിക്ക് വേണ്ടി ഒരുക്കിയ സംരക്ഷണമുണ്ടെന്നുള്ള ബോധ്യം ഉണ്ടാവലാവണം ഈ വിശുദ്ധവാരത്തിന്റെ ഓരോ ദിനങ്ങളും. ഈശോയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും നാൾ നമ്മൾ മാറ്റിവെച്ചത്. 2026 മുതൽ നമ്മൾ ഓരോ വർഷം ആഘോഷിക്കുമ്പോൾ ഇത് ഈശോ എന്നെ പഠിപ്പിക്കുകയാണ്. നിനക്ക് സംഭവിക്കുവാൻ സാധ്യതയുള്ളതല്ല. ഈ കുരിശിന്റെ വഴിയിലെ വീഴ്ചകളും നൊമ്പരങ്ങളും ആകുലകളും ഭാരങ്ങളും ഒക്കെ നിന്റെ ജീവിതത്തിലും സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒന്നാണ്. അവിടെ പരാതി കൂടാതെ, പരിഭവം കൂടാതെ പോകുമ്പോൾ, ആ കാൽവേൽ നീ കുരിശ് തറയ്ക്കപ്പെടുമ്പോൾ അതിനപ്പുറത്ത് രക്ഷയും കൂടെ ദൈവം സമ്മാനിക്കുന്നുണ്ട്. നിന്റെ ഓരോ കണ്ണുനീരുമാണ് നിന്നെ ആൾക്കാരെയുമായിട്ട് ഏറ്റവും അടുപ്പിക്കുവാൻ കാരണമായത്. നമ്മൾ പ്രാർത്ഥിക്കാം, ഈശോയെ രക്ഷകനായി നീ കൂടെ ഉണ്ടാവണമേ. ഓശാന എന്ന വാക്കിന്റെ അർത്ഥം കർത്താവെ രക്ഷിക്കുവാനായിട്ട് വരണമേ എന്നാണ്. രക്ഷ ആവശ്യമായ ഇടങ്ങളെ, കുടുംബജീവിതമാവാം, വ്യക്തിബന്ധങ്ങളാവാം, തടസ്സങ്ങളാവാം, ആരോഗ്യമാവാം, കൃഷിയിടങ്ങളാവാം, വിവാഹ ചടങ്ങുകളൊക്കെ ആവാം. അവിടേക്ക് കർത്താവിൻ്റെ രക്ഷ ഉണ്ടാകുമ്പോഴാണ് ഈ ദിവസങ്ങളൊക്കെ നന്മയുടേതായി മാറുക. നന്മയുടെ ഇടമാകാൻ നമുക്ക് പരിശ്രമം ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധവാരം എന്ന് പറയുക. ഈശോയ്ക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കാതെ നമുക്ക് വേണ്ടി മാറ്റിവെക്കണം. അവൻ്റെ വാചന, അവൻ്റെ ഭാഷ ഒന്ന് മാത്രമേ ഉള്ളൂ. അരമനയിൽ അത് സംഭവിക്കുമ്പോൾ അവൻ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി കരയണമെന്ന്. ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, പിലാത്തോസിന്റെ അരമനയിൽ രാജാവിൻ്റെ കൈ കഴുകൽ അവസാനിക്കുന്നിടത്താണ് ഈശോ മിശിഹായുടെ കുരിശിന്റെ വഴി ആരംഭിക്കുന്നത്. രാജാവിന്റെ അരമനയിൽ അവന്റെ കൈ കഴുകൽ അവസാനിക്കുന്നിടത്താണ് ഈശോ മിശിഹായുടെ കുരിശിന്റെ വഴി ആരംഭിക്കുന്നത്. ഇന്ന് എൻ്റെ കൂടെയും ഒരുപാട് പേര് കൈ കഴുകി മാറുന്നു. എനിക്കറിയാൻ മലകട്ടോ, നിന്നെ എനിക്ക് പരിചയമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കൈ കഴുകൽ സംഭവിക്കുന്നിടത്ത് നിന്റെ കൈ കഴുകൽ എവിടെ അവസാനിക്കുന്നു അവിടെയാണ് നിന്റെ കൂടപ്പറപ്പിന്റെ കുരിശിന്റെ വഴി ആരംഭിക്കുക. വേണമെങ്കിൽ രാജാവിന് അല്പമൊന്ന് കണ്ണടയ്ക്കാമായിരുന്നു. അവൻ ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തം ഉണ്ടായിട്ടും അധികാരിയായിരുന്നിട്ടും സാധ്യത ഉണ്ടായിരുന്നിട്ടും കൈകഴുകി മാറുന്നത് നമ്മുടെയൊക്കെ സമൂഹ ജീവിതത്തിലും സാധാരണമാണ്. ചില വ്യക്തികൾ കൈകഴുകി മാറും, ചിലർ അറിയാത്ത ഭാവത്തിൽ പോകും, കൂടെ നിൽക്കേണ്ടവനായിരുന്നിട്ട് മാറിപ്പോകുന്ന ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാവാം. അവിടെ ഓർത്തോണം, ഓരോ കൈ കഴുകലും അവസാനിക്കുന്നിടത്താണ് ആരുടെയോ കുരിശിന്റെ വഴി ആരംഭിക്കുക. രാജാവിന്റെ അരമനയിൽ അവൻ കൈകഴുകി മാറിയപ്പോൾ അവിടെ ആരംഭിക്കുന്നുണ്ട്
ഈശോ മിശിഹായുടെ കുരിശിൻ്റെ വഴി. പ്രിയമുള്ള സഹോദരങ്ങളെ, കൂടപ്പിറപ്പുകളെ, നമ്മളിങ്ങനെ ചിലയിടങ്ങളിൽ കൈകഴുകി മാറുമ്പോൾ, അറിയാത്ത പാവത്തിൽ പോകുമ്പോൾ, ആരോ ഞാൻ കാരണം കുരിശ് കയറുന്നുണ്ടെന്നൊരു ഓർമ്മയും നമുക്കുണ്ടാവട്ടെ. ഈ ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം, ജീവിതഗന്ധിയായിട്ട് മാറ്റാം. അവിടെയാണ് ഈ തിരുനാളിന് നന്മയുണ്ടാവുക. ഓർത്തോണം, എല്ലാ ഓശാനകൾക്കും ഏറിയാൽ ഒരു ആണ്ടുവട്ടത്തിൻ്റെ ആയുസേ ഉള്ളൂ. ഈ കുരുത്തോലയാണ് നമ്മൾ ഏറ്റവും ആഘോഷമായി കൊണ്ടുപോയത്. വീട്ടിൽ കൊണ്ട് വെക്കാൻ പോകുന്നത്, വണ്ടിയിൽ വയ്ക്കും, എല്ലായിടത്തും വയ്ക്കും. ഓർത്തോണം, അടുത്ത വർഷത്തിന് ഭൂമിയിൽ ഇതെല്ലാം ഭസ്മമായിട്ട് പോകും. നിന്റെ കൂടെ ഉണ്ടാകുന്ന എല്ലാ സ്തുതി പാഠങ്ങൾക്കും എല്ലാ ഓശാനകൾക്കും ഏറിയാൽ ഒരു ആണ്ടുവട്ടത്തിൻ്റെ ആയുസേ ഉള്ളൂ. നിന്റെ കൂടെയുള്ളവരാണ് പലപ്പോഴും നിന്നെ ചതിക്കുക, ഒറ്റിക്കൊടുക്കുക, തള്ളിപ്പറയുക. ഒരു പ്രാവശ്യമല്ല, ഒരുപാട് തവണ തള്ളിപ്പറയുവാൻ അവൻ പ്രലോഭിപ്പിക്കപ്പെടുന്നുണ്ടാവാം. സ്നേഹത്തിന്റെ കാമട്ടെ പ്രിയപ്പെട്ട മക്കളെ, കൊച്ചു മക്കളെ, ഒരുപാട് പേര് വരും സ്നേഹത്തിന്റെ പാപങ്ങളും ഒക്കെ ആയിട്ട്. അപ്പനേക്കാട്ടും സ്നേഹിക്കുന്ന അമ്മയെ ഒരുപാട് പേര് കടന്നു ഓർത്തോണം. ഓരോ സ്നേഹത്തിലും ഒരു കാപട്യം പഠിപ്പിച്ചിട്ടുണ്ടാവാം. ഒറ്റിയത് ചുംബനം കൊണ്ട്. ചുംബനം എന്ന് പറയുന്ന സ്നേഹത്തിന്റെ അടയാളമാണ്. ആ സ്നേഹത്തിന്റെ അടയാളങ്ങൾ കാപട്യമാക്കി മാറ്റി തിരിച്ചറിവോടുകൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ വരാൻ പരിശ്രമിക്കുക. ഈ ഒറ്റിപ്പുറത്ത് കൊടുക്കലും തള്ളിപ്പിച്ചപ്പോൾ കൂടെ എന്നും ഉണ്ടാവുന്നത്. അതിൽ മാത്രം വ്യസനിച്ചു പോകാതെ ഈശോ ഓർപ്പിക്കുകയാണ്, ഈ സങ്കടപ്പെടേണ്ടാവേ, എൻ്റെ കൂടെ ആൾക്കാരുണ്ടാവുന്നേ, ഞാൻ ഈ സങ്കടപ്പെട്ടു പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചില ശിവന്മാരെ ഈശോ നമുക്ക് വേണ്ടിയായിരിക്കും, ചില വെറോനിക്കമാരെ നമുക്ക് വേണ്ടിയായിരിക്കും. നമ്മുടെ കുരിശിന്റെ ഭാരം താങ്ങുവാനുള്ള നല്ല ശിവന്മാരെ തിരിച്ചറിയാൻ പരിശ്രമിക്കാം, നല്ല വെറോനിക്കമാരെ അനുഭവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആഴ്ചയായി മാറട്ടെ. നമ്മുടെ ജീവിതവുമായിട്ട് സമരസപ്പെടുത്തിക്കൊണ്ട് പോകണം. ഓരോ വർഷവും വിശുദ്ധവാരം ആഘോഷിക്കുമ്പോൾ ശക്തി പകരുന്നതിലൂടെയാകും ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വളർച്ചയ്ക്ക് ഒരു പടി കൂടെ ഉണർവിന് കാരണമാകുമ്പോഴാണ് നമ്മുടെ ഈ സഹനം അനുഗ്രഹമായി മാറുക. ഓശാന എന്ന് പറയുന്ന കർത്താവെ രക്ഷിക്കണമേ എന്ന രക്ഷപ്രാപിക്കുന്ന ഇടങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആത്മാവ് പ്രാർത്ഥിക്കാം. നല്ല ഈശ്വരത്തിൽ നമുക്ക് ഉണ്ടാവട്ടെ. തിരുവസ്തുക്കളാണ്, വ്യഞ്ചരിച്ച ഗുരുത്തോല തിരുവസ്തുക്കൾ തന്നെയാണ്. അതായിരിക്കുന്ന ഇടങ്ങളിൽ ഏറ്റവും നന്മയുണ്ടാകുന്നത്. രോഗപീഠകളെ മാറപ്പെടുവാനായിട്ട് സംരക്ഷണ വലയമായി സമയത്ത് കുഞ്ഞാണ്ട് ചോര കടന്നുമ്പോൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഗുരുത്തോല ഓർക്കുക. ഈ തിരുനാൾ നമുക്ക് അനുഗ്രഹമാവണം. ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമായി ഇന്ന് മുതലുള്ള എല്ലാ വിശുദ്ധവാരവും, എന്നുവരെ തലയിൽ ബോധമുണ്ടോ അതുവരെയുള്ള ഓരോ വിശുദ്ധവാരവും നമുക്ക് വേണ്ടി കൂടെ മാറ്റിവെക്കാൻ പരിശ്രമിച്ചുകൊണ്ട് ജീവിക്കാം. പരസ്പരം സ്നേഹിക്കാനായിട്ട് എല്ലാ സ്നേഹത്തിനും ഇടയിൽ ഒരു പക്വത പ്രാപിക്കുവാനുള്ള പരിശ്രമിച്ചുകൊണ്ട് ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ തീർന്നു. ദൈവം